എനിക്ക് 5ഉം 6ഉം പ്രതിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ കോടതിയോടും ജുഡീഷ്യൽ സിസ്റ്റത്തിനോടും ബഹുമാനമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ജഡ്ജ്മെന്റിനോട് ബഹുമാനിക്കുന്നു. പക്ഷെ ഒരു കാര്യം, 7 മുതൽ 10 വരെ പ്രതികൾക്ക് കൂടുതൽ നീതി 5ഉം 6ഉം പ്രതികൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കേസിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ 5ഉം 6ഉം പ്രതികൾ പങ്കെടുത്തിട്ടില്ല. പ്രോസിക്യൂഷന്റെ വാദം കൊണ്ട് തന്നെ 6ാം പ്രതി ഒരു ബസ് കണ്ടക്ടറാണ്. ഈ കേസ് അന്വേഷിച്ച് ഡിവൈഎസ്പിയുടെ മൊഴിയാണ്. അദ്ദേഹം ബസ് കണ്ടക്ടറാണ്. അദ്ദേഹം ബസ് കണ്ടക്ടർ ജോലി ചെയ്ത് വന്ന് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം വീട്ടിൽ പോയി നിർഭാഗ്യവശാൽ വാഹനത്തിൽ കയറിപ്പോയി എന്നൊറ്റ കാര്യമുള്ളൂ. അതുകൊണ്ട് അയാള് കോമൺ ഇന്റൻഷനോ അല്ലെങ്കിൽ കോൺസ്പിറസി പറ്റുമോ? കോൺസ്പിറസി ഇല്ലെന്ന് കഴിഞ്ഞല്ലോ കോടതിയിൽ. പിന്നെ കോമൺ ഇന്റൻഷൻ ആണല്ലോ. ആ കോമൺ ഇന്റൻഷൻ എങ്ങനെ വരും? അദ്ദേഹം ഒരു 10 മിനിറ്റ് അത് വീട്ടിൽ പോയി, യാതൊരു തെളിവില്ല. ഇന്ന് ഞാൻ കോടതിയിൽ പറയാൻ പോകുന്ന പ്രൊപ്പോർഷനേറ്റ് ജഡ്ജ്മെന്റ് വേണം, സെന്റൻസിങ് വേണം. ഓരോരുത്തരുടെ പ്രവൃത്തിക്കനുസരിച്ച് അറിയാലോ. കോടതി ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞു, ചത്ത പശുവിന്റെ പിന്നെ ജാതകം നോക്കേണ്ട കാര്യമുണ്ടോ? മേൽക്കോടതികളുണ്ട്, അവിടെ വേറെ പശുക്കൾ കിട്ടുമ്പോൾ നോക്കും. 5ഉം 6ഉം പ്രതികളുടെ അഭിഭാഷകനാണ്. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആനുപാതികമായ ശിക്ഷയെ നൽകാവൂ എന്നാവശ്യപ്പെടും എന്നാണ് അദ്ദേഹം കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപ് പറയുന്നത്. 5ഉം 6ഉം പ്രതികൾ ഇക്കാര്യത്തിൽ മറ്റു പ്രതികൾ ചെയ്ത കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്.